ഇന്ന് നമുക്ക് ഒന്നാം തരം ഒരു ബനാന കട്ട്ലേറ്റ് ഉണ്ടാക്കിയാലോ? ഇതാകുമ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കുമാണ്. എന്നാൽ പെട്ടെന്ന് അവരുടെ വയറ് ഫുള്ളാവുകയും ചെയ്യും. നമ്മുടെ മക്കൾക്ക് അവരുടെ വളർച്ചയുടെ ഘട്ടത്തിൽ ആവശ്യമായ പ്രോട്ടീൻസും വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഈ ഒരു ഒറ്റ കട്ട്ലേറ്റിലൂടെ തന്നെ കിട്ടും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് 3 ഏത്തപ്പഴം നമ്മൾ പുഴുങ്ങി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്കോ ചീനച്ചട്ടിയിലേക്കോ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് അല്പം കാഷ്നട്ടും കുറച്ച് റേസിൻസും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കണം. എന്നിട്ട് അതിലേക്ക് 1 മുറി തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും അല്പം, അതായത് ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ പുഴുങ്ങി ഉടച്ച് വെച്ചിരിക്കുന്ന ഏത്തപ്പഴത്തിലേക്ക് ഇതൊന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിനോടൊപ്പം തന്നെ 4 ബ്രെഡ് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ കുഞ്ഞു മക്കൾക്ക് കൊടുക്കുമ്പോൾ പഞ്ചസാരയ്ക്ക് പകരം പനങ്കൽക്കണ്ടം ചേർക്കാവുന്നതാണ്. എന്നിട്ടിതാ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു ബോൾ പോലെയാക്കി മാറ്റി വയ്ക്കുക. എന്നിട്ട് നമുക്ക് ഈ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ ആവശ്യമായ 1 മുട്ട അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ ബോളാക്കി വെച്ചിരിക്കുന്ന ആ ബനാനയുടെ മിക്സ് ഓരോരോ ഉരുളകളാക്കിയെടുത്ത് നമുക്ക് കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ പിടിച്ചെടുക്കാം. അങ്ങനെ എല്ലാം പിടിച്ചതിന് ശേഷം അതോരോന്നും മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിൽ ഒന്ന് മുക്കിയെടുത്ത് ബ്രെഡ് ക്രംസിലും കൂടെ മുക്കിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈസി ആയിട്ടുള്ള കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. ഇതാകുമ്പോൾ കുട്ടികൾക്ക് വേഗം ഇഷ്ടപ്പെടുകയും ചെയ്യും. ഒരു സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്ക് കൊടുക്കുകയും ചെയ്യാം. ഈ ബനാന കട്ട്ലേറ്റ് ഫ്രൈ ചെയ്യുമ്പോൾ ഒരുപാട് നേരം നമ്മൾ എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഇതിലുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും കുക്ക്ഡ് ആയതാണ്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയാൽ മാത്രം മതി. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ.